ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എന്താ പറയുക എക്സാം വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഓൺ എക്സാം ആണ് കേട്ടോ. മിന്നാന്ന് ഓൺ എക്സാം ഉണ്ടായിരുന്നു, അന്ന് അവധി കിട്ടി. പിന്നെ ഇന്നലെ എക്സാം ഉണ്ടായിരുന്നു, ഹിന്ദി എക്സാം ആയിരുന്നു. ഇന്ന് മലയാളം സെക്കൻഡ് എക്സാമാണ്, ഉച്ചക്കാണ്ട് എക്സാം. ഞാൻ 6th കേട്ടോ പഠിക്കണത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരല്ലാത്തവരും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതൊരു ചാനലാണ്, ഇത് എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. ഞാൻ മദ്രസ വിട്ട് നിന്ന് നേരെ വീഡിയോ എടുക്കാനാണ് നിന്നത്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഠിക്കലാണ് കേട്ടോ. അപ്പം ഞാൻ ബുക്ക് എടുക്കട്ടെ. ബുക്ക് ഞാൻ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബുക്ക് എടുത്തിട്ടുണ്ട്. മലയാളം സെക്കൻഡ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. മലയാളം സെക്കൻഡ് 6th പഠിക്കണവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എടുത്തുള്ളത് ഈ പടം ശാന്തനുവിൻ്റെ പക്ഷികൾ. ഓക്കെ, അപ്പോൾ അതുവരെ ഞങ്ങൾക്ക് എടുത്തിട്ടുള്ള എല്ലാവർക്കും അതിനൊന്നും മുന്നേ എടുത്തുള്ളത്. അതുവരെയാണ് എക്സാമിന് വരുള്ളൂ. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നന്നായി പഠിക്കാൻ വന്നിട്ടുണ്ട് ടീച്ചേഴ്സല്ല ടീച്ചർ നമുക്ക്. അപ്പോൾ ഇത് പഠിച്ചെടുക്കണം. ഞാൻ ഇന്നലെ പഠിച്ചതാണ് കേട്ടോ. ഇന്നലെ ഞാൻ പഠിച്ചതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് നേരം കൊണ്ട് ഇത് പഠിക്കാമെന്ന് വെച്ച്. എന്നിട്ട് 1:30 ആകുമ്പോൾ ഫുഡ് കഴിക്കും. മറ്റേ കുളിച്ചിട്ട് ഞാൻ റെഡി ആയിട്ടാണ് ഫുഡ് കഴിക്കും. പിന്നെ പഠിക്കട്ടെ കേട്ടോ. ഞാൻ വായിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കട്ടു. അല്ല, ഞാൻ ഒരു പേജ് മാത്രം ഇവിടെ കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പം ഞാൻ വായിക്കണേ. സ്വന്തം ഭാഷ ഒരിക്കൽ കൃഷ്ണദേവന്റെ പ്രമാണങ്ങളിൽ എത്തിച്ചേർന്ന ഒരിക്കൽ ഞാൻ പഠിച്ചിട്ട് കാണാം. നിങ്ങൾക്ക് ഞാൻ വായിക്കുമ്പോൾ പോരടിക്കണ്ടാവും, അതുകൊണ്ട് ഞാൻ വായിച്ചിട്ട് കാണാം. ഗൈസ്, എൻ്റെ പഠിച്ചു കഴിഞ്ഞു. ഞാൻ വീണ്ടും പഠിക്കലഞ്ഞ അല്ലാണ്ട് ഇപ്പം ഇപ്പോൾ 9:09 അപ്പോൾ 10:30 ഇവിടെ എല്ലാ കാര്യങ്ങളും ഡ്രസ് ചേഞ്ചിങ്, കൂളി, ഡ്രസ് ചേഞ്ചിങ്, പിന്നെ മുടി കെട്ടലൊക്കെ വീണ്ടും പഠിക്കണം. നാളത്തെ എക്സസൈസ്. ഓക്കെ, അപ്പം മലയാളം സെക്കൻഡ് മൈ ഫേവറേറ്റ്. എൻ്റെ ഫുൾ സബ്ജക്റ്റ് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 6th കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റ് ഏത് ഇഷ്ടം എന്ന് വെച്ചാൽ അതും കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് എല്ലാ സബ്ജക്റ്റും ഫേവറേറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പം എനിക്ക് സന്തോഷം കൊണ്ട് വയ്യ. പരീക്ഷ ഇതൊക്കെ നല്ല ഇഷ്ടമാണ്, പക്ഷെ പഠിച്ചാൽ മാത്രം കേട്ടോ. പഠിച്ചില്ലെങ്കിൽ ഇത് ഇഷ്ടമല്ല എക്സാം ചെയ്താൽ. ഇതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, എനിക്ക് മാത്രമല്ല. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ട്. അപ്പോൾ 9:10 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് കാര്യമാണ്. ഞാൻ കുളിച്ചിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഞാൻ കുളിച്ചിട്ടില്ല, മേലേക്കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ മേലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടാനുള്ള കാരണമാണ് ഞാൻ തല കുളിക്കാനത്. ഇന്നലെ തല കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് തല നനയ്ക്കണില്ല, അപ്പോൾ മേലെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് മുടി കെട്ടാം. നമുക്കൊരു ഗെറ്റഡീസിനാവാം. ഇനി ഗൈസ്, ഞാൻ മുടിയിടാൻ വേണം. വിരട്ടോ. അങ്ങനെ ഗൈസ്, ഞാൻ മുടി ഇടാൻ പോകുന്നു. അങ്ങനെ മുടിയിലിട്ട് വരാം. കിട്ടുന്നില്ല, ഇരിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഞാൻ മുടി ഇട്ട് 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുണ്ട്. കുറച്ചൊന്നും ഇല്ലാത്തതാണ്.
പിന്നെ കഴിഞ്ഞത് അയക്കില്ല, അതായിരിക്കില്ല, അവർക്കറിയാം. അപ്പം ഞാൻ കെട്ടട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ കെട്ടിട്ട് മുടി. എനിക്ക് ലൂസാക്കിയിട്ട് എനിക്ക് കെട്ടാൻ ഇഷ്ടമല്ല കേട്ടോ, ടൈറ്റ് ആക്കിയിട്ട് കെട്ടാനാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് ടൈറ്റ് ആക്കി കെട്ടാനാണ് ഇഷ്ടം, അപ്പം ലൂസാക്കി കെട്ടാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റ് ആക്കി കെട്ടുന്നത്. നല്ല ടൈറ്റിൽ ഞാൻ കിട്ടും കേട്ടോ മുടി, വല്ലാണ്ട് ടൈറ്റ് ആക്കില്ല. അപ്പം നന്നായി ടൈറ്റ് ആക്കാൻ എനിക്ക് ഇഷ്ടമല്ല, നോർമൽ ടൈറ്റാണ് കേട്ടോ ഞാൻ ആക്കാറ്. അങ്ങനെ ഞാൻ റിബണ്, നിങ്ങളുടെ സ്കൂളിൽ ഏത് റിബണാണെന്ന് കൂടി കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ വെള്ള റിബണാണ് കേട്ടോ. എൻ്റെ മുടി ഇത്രക്കുള്ള വളർത്തുന്നതാണ് കഷ്ടപ്പെട്ട് വളർത്തുമ്പോഴാണ് ഞാൻ മുടി. മുടിയെ പറയണം, പരീക്ഷക്കാണെങ്കിലും പരീക്ഷക്കല്ലെങ്കിലും മുടി മുടയുന്നത് നിർബന്ധമാണ്. അപ്പം എനിക്ക് കറക്റ്റാക്കിയിട്ട് മുടയണത് ഇഷ്ടമാണ് കേട്ടോ. മുടയുന്നത് ഞാൻ കുറച്ച് വലുതാണ് മുന്നേ എന്ന് വെച്ചാൽ എനിക്ക് പണ്ട് മുതൽ തന്നെ അറിയാം മുടി മുടയാൻ. അത് 3 മുടച്ചാൽ 4 മുടച്ചാൽ മുടയാനൊക്കെ എനിക്കറിയാം കേട്ടോ. കുറച്ച് ഇടയ്ക്ക് കൊളാവും കേട്ടോ, പക്ഷെ 3 മുടച്ചാൽ കൊളാവാറില്ല. ഇപ്പോൾ കൊളാവുന്നറിയില്ല, കറക്റ്റ് സമയത്തിലൊക്കെ കൊളാവാൻ സാധ്യതയുണ്ട്. നോക്കാം. കൊള്ളായി ഗൈസ്. മുടി മകൻ കഴിച്ച് വീണ്ടും വെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൈസ് മുടി മണന്നിട്ട് കെട്ടാൻ പോകുന്നിട്ട്. അങ്ങനെ ഗൈസ് ഞാൻ നന്നായി മുടി മുടിഞ്ഞിട്ടുണ്ട് ഈ ഭാഗം. അങ്ങനെ ഈ ഭാഗം എന്തൊക്കെയും നല്ല രസത്തിൽ കെട്ടിയിട്ട് സന്തോഷമാണ് കാണിച്ചിട്ട് ഒരു കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഈ ഭാഗം കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ റിബൺ ഇട്ട് കൊടുക്കാം. പോയി അങ്ങനെ ഗൈസ് അങ്ങനെ ഞാൻ മുടിയൊക്കെ കെട്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് മുഖത്ത് വരലൊക്കെ ഇട്ടുണ്ട്. ആദ്യം ഗൈസിന് പൗഡർ ഇട്ട് കൊടുക്കട്ടെ. ഗൈസാണ് ആദ്യം ഞാൻ പൗഡർ ഇട്ട്. അങ്ങനെ ഞാൻ പൗഡറൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലെൻഡ് ചെയ്ത് കാണിച്ചില്ല, ഞാൻ മറന്നുപോയി ബ്ലെൻഡ് ചെയ്ത് കാണിക്കാൻ. ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതാണ് നോക്കട്ടെ. അടുത്ത ഞാൻ ലിപ് ബാമാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ ഓവറാക്കിയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ തീരെ ഇഷ്ടമല്ല ഓവറാക്കി ഇടുന്നത്. ഞാൻ എൻ്റെ ലിപ്പിന് പറ്റിയ രീതിക്കാണ് ഞാൻ ലിപ് ബാം ഇട്ട് കൊടുക്കാറ് കേട്ടോ. എനിക്ക് ലിപ്പിന് പറ്റിയതാണ് ഞാൻ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് ഡസ്ലറിൻ്റെ ഐലൈനറാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കട്ടെ.
നമുക്ക് ഈ കണ്ണാക്കാം. ഹലോ ഗായ്സ്, അപ്പം ഞാൻ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ ഇത്. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വെക്കേഷൻ എടുക്കുക, എക്സാം ടൈമാണ്, സ്കൂൾ ടൈമാണ്, എനിക്ക് നേരം കിട്ടില്ല. മദ്രസ ഉണ്ട്, നേരം കിട്ടില്ല. വണ്ടി എപ്പോഴാണ് വരാൻ അങ്ങനെയൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ വണ്ടി ഒന്ന സമയങ്ങളൊക്കെ എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി മാറി വരുന്ന എനിക്കറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പോണ നേരത്തെ വേണം പഠിച്ച് കഴിഞ്ഞ് ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് വെക്കുന്ന പഠിച്ച് കഴിഞ്ഞാൽ. അപ്പം ഞാൻ പോണ നേരത്തെ കാണാം. ഫുഡ് കഴിച്ചിട്ടുണ്ട്, ഫുഡ് കഴിക്കട്ടെ ഞാൻ, എന്നിട്ട് ഞാൻ പോണ നേരത്തെ കാണാം. അങ്ങനെയൊക്കെ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് ഞാൻ സ്കൂളിൽ പോണ വീഡിയോ എടുക്കാൻ മറന്ന് ഞാൻ വേഗം പോയിട്ടാ. ഞാൻ വേഗം പോയി, അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള ബൈ ബൈ. അപ്പോൾ വീണ്ടും പറയുന്നു, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും ചെയ്യുക. ബൈ ബൈ.